സഹപ്രവർത്തകരോട് യാതൊരുവിധ ആത്മാർത്ഥതയില്ലാത്തതെന്ന് മാത്രമല്ല, തരം കിട്ടിയാൽ സഹപ്രവർത്തകർക്ക് പാരവയ്ക്കുന്നവരും ഏറ്റവും കൂടുതലുള്ളത് കേരള പോലീസ് സേനയിലാണെന്നാണ്. കൂടെ ജോലി ചെയ്യുന്നവരോട് യാതൊരു ആത്മാർത്ഥതയും ഇവർക്കില്ല എന്നതാണ് വാസ്തവം. കാരണമുണ്ട്. കേരളത്തെ ഞെട്ടിച്ച പോത്തൻകോട് കൊലപാതക കേസിൽ പ്രതിയായ ഒട്ടകം രാജേഷിനെ പിടികൂടാനുള്ള ശ്രമത്തിനിടെയാണ് തിരുവനന്തപുരം SAP ക്യാമ്പിലെ പോലീസുകാരനായ ആലപ്പുഴ പുന്നപ്ര ബാലുശ്ശേരിയിൽ എസ് ബാലു എന്ന ചെറുപ്പക്കാരനായ പോലീസുകാരൻ മുങ്ങി മരിച്ചത്. ഇന്നലെ ബാലുവിന്റെ മൃതദേഹം പൊതുദർശനത്തിന് വെച്ച സമയത്ത് നമ്മുടെ IAS IPS ഉദ്യോഗസ്ഥർ ക്രിക്കറ്റ് കളിക്കുകയായിരുന്നു. കാര്യവട്ടം ഗ്രീൻഫീൽഡ് സ്റ്റേഡിയത്തിലാണ് IAS IPS ഉദ്യോഗസ്ഥരുടെ സൗഹൃദ ക്രിക്കറ്റ് മത്സരം നടന്നത്. ADGP റാങ്കിലുള്ള ഉന്നത ഉദ്യോഗസ്ഥരടക്കം മത്സരത്തിൽ പങ്കെടുത്തു. തിരുവനന്തപുരം പേരൂർക്കട SAP ക്യാമ്പ് മൈതാനത്ത് ബാലുവിന്റെ മൃതദേഹം പൊതുദർശനത്തിന് വെച്ചപ്പോൾ പോലും ക്രിക്കറ്റ് മത്സരം മാറ്റിവെക്കാൻ IPS ഉദ്യോഗസ്ഥർ തയ്യാറാകാത്തതും വിവാദമായിട്ടുണ്ട്. ഇത് നേരത്തെ തീരുമാനിച്ച പരിപാടിയായിരുന്നെങ്കിലും അപ്രതീക്ഷിതമായി ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ മരണപ്പെട്ടപ്പോൾ, അതും കൃത്യനിർവഹണത്തിനിടയിൽ മരണപ്പെട്ടപ്പോൾ മത്സരം മാറ്റിവെക്കാത്തതിനെതിരെ സേനയ്ക്കുള്ളിൽ തന്നെ അമർഷം പുകയുന്നുണ്ട്. ബാലുവിന്റെ പോസ്റ്റ്മോർട്ടം നടക്കുന്ന സമയത്ത് ഉന്നത ഉദ്യോഗസ്ഥർ ഉൾപ്പെടെയുള്ളവർ ക്രിക്കറ്റ് മത്സരത്തിൽ പങ്കെടുത്തതിലെ അനൗചിത്യം ചില ഉദ്യോഗസ്ഥർ തന്നെ ചൂണ്ടിക്കാണിച്ചിരുന്നു. തിരുവനന്തപുരം DCP ആകട്ടെ ക്രിക്കറ്റ് കളി കഴിഞ്ഞതിന് ശേഷമാണ് SAP ക്യാമ്പിലെത്തിയത്. മത്സരം നടത്തിയതിനെക്കുറിച്ച് പ്രതികരിക്കാൻ പോലീസ് ഓഫീസേഴ്സ് അസോസിയേഷൻ ഇതുവരെ തയ്യാറായിട്ടുമില്ല. അല്ലെങ്കിൽ തന്നെ എന്തു പറഞ്ഞ് ന്യായീകരിക്കാനാണ്? ബാലുവിന് അന്തിമോപചാരം അർപ്പിക്കുന്ന ചടങ്ങിൽ ഉടനീളം തങ്ങൾ പങ്കെടുത്തു എന്നാണ് അസോസിയേഷൻ ഭാരവാഹികളുടെ നിലപാട്. ഇന്നും വെള്ളക്കാരന്റെ ചിന്താഗതി വെച്ചു പുലർത്തുന്നവരാണ് പല ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരും. അവരുടെ കണ്ണിൽ താഴേക്കിടയിലുള്ളവർ, പ്രത്യേകിച്ച് സാധാ പോലീസുകാർ, തങ്ങളുടെ അടിമകളാണ്. പോലീസുകാരെ കൊണ്ട് IPS ഉദ്യോഗസ്ഥർ വീട്ടുജോലി വരെ ചെയ്യിക്കുന്നുണ്ടെന്ന വാർത്തകൾ വളരെ മുൻപ് തന്നെ പുറത്തു വന്നിരുന്നു. മുതിർന്ന IPS ഉദ്യോഗസ്ഥനായ സുദേശ് കുമാറിന്റെ മകൾ സ്നിഗ്ധ പോലീസുകാരനായ ഗവാസ്കറെ കഴുത്തിലടിച്ച് പരിക്കേൽപ്പിച്ചത് 3 വർഷം മുൻപായിരുന്നു. കഴുത്തിൽ ഗുരുതരമായി പരിക്കേറ്റ ഗവാസ്കറെ കൊണ്ട് കേസ് പിൻവലിപ്പിക്കാനാണ് സഹപ്രവർത്തകർ ഉൾപ്പെടെയുള്ളവർ അന്ന് ശ്രമിച്ചത്. ഹണി ട്രാപ്പുകാരി അശ്വതിയുടെ വ്യാജ പരാതിയിൽ സുമേഷ് ലാൽ എന്ന പോലീസ് ഓഫീസർക്കെതിരെ നടപടിയെടുപ്പിക്കാൻ ഒത്താശ ചെയ്തതും ചില പോലീസുകാർ തന്നെയായിരുന്നു. സുമേഷ് ലാൽ കൊടുത്ത പരാതിയിൽ അന്വേഷണ ഉദ്യോഗസ്ഥനായ നെയ്യാറ്റിൻകര DYSP B അനിൽകുമാർ എടുത്ത നിലപാടുകളും പരാതിക്കാരന് എതിരെയായിരുന്നു. സുമേഷ് ലാലിനെതിരെയുള്ള പരാതി പിൻവലിക്കാതിരിക്കാൻ ഹണി ട്രാപ്പുകാരിക്ക് മേൽ സമ്മർദ്ദം ചെലുത്തിയത് ആനന്ദ് ദാമോദരൻ എന്ന മുൻ DYSP ആയിരുന്നു എന്നതിന്റെ തെളിവുകൾ ഭാരത് ലൈവ് മുൻപ് പുറത്തുവിട്ടിരുന്നു. ഉരുകുന്ന ചൂടിലും തകർത്ത് പെയ്യുന്ന മഴയത്തും റോഡിൽ നിന്ന് ഗതാഗതം നിയന്ത്രിക്കുന്നത് സാധാ പോലീസുകാരാണ്. പോലീസുകാരുടെ ജോലിഭാരവും വളരെ കൂടുതലാണ്. ജോലിഭാരവും മേലുദ്യോഗസ്ഥരുടെ സമ്മർദ്ദവും താങ്ങാനാവാതെ ആത്മഹത്യ ചെയ്ത നിരവധി പോലീസുകാരുണ്ട്. എന്നാൽ IPS ഉദ്യോഗസ്ഥരാരും ജോലിഭാരം താങ്ങാനാവാതെ പരാതിപ്പെട്ടതായി കേട്ടിട്ടില്ല. അവർക്ക് അസോസിയേഷൻ ഉണ്ട്. വൈകുന്നേരങ്ങളിൽ അവർക്ക് മാനസിക സമ്മർദ്ദം കുറയ്ക്കാനായി പോലീസ് ക്ലബിൽ സൗകര്യമുണ്ട്. എന്തിനാണ് പോലീസ് അസോസിയേഷൻ? പ്രതികരിക്കേണ്ടത് പോലീസുകാരുടെ സംഘടനയാണ്. ഏതെങ്കിലും ഒരു IPS ഉദ്യോഗസ്ഥനായിരുന്നു നിർഭാഗ്യവശാൽ മരണപ്പെട്ടതെങ്കിൽ ഇങ്ങനെ സംഭവിക്കുമായിരുന്നു? ഒരിക്കലുമില്ല. താഴേക്കിടയിലുള്ളവനാണെങ്കിലും സ്വന്തം കൂട്ടത്തിലുള്ളവൻ മരിച്ചു വിറങ്ങലിച്ച് പോസ്റ്റ്മോർട്ടം ടേബിളിൽ കിടക്കുമ്പോൾ മൈതാനത്ത് ക്രിക്കറ്റ് കളിക്കാൻ തയ്യാറായ കേരളത്തിലെ IPS ഉദ്യോഗസ്ഥന്മാരെ കുറിച്ച് ഇനി കൂടുതലൊന്നും പറയാനില്ല.